വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് കാസർഗോഡ് തുടക്കമായി. സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU 20ാം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക കൊടിമര ജാഥ കർഷക സംഘം ജില്ലാ സെക്രട്ടറി P. ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി A. സുധാകരൻ ജാഥ ലീഡറും സംസ്ഥാന കമ്മിറ്റി അംഗം MV സഹദേവൻ മാനേജരുമായ ജാഥ കാഞ്ഞങ്ങാട്ട് നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി കാസർഗോഡ് എത്തിച്ചേർന്നു. വൈകുന്നേരം പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് സമ്മേളനം വിളിച്ചോതുന്ന വിളംബര ജാഥ നടന്നു. തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സാംസ്കാരിക സമ്മേളനം നടന്നു. വെള്ളിയാഴ്ച കാസർഗോഡ് ജീവാസ് മാനസ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ VS അച്യുതാനന്ദൻ നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സ്വാഗത ഗാനത്തോടെ ആരംഭിക്കും. സ്വാഗത സംഘം ചെയർമാൻ CH കുഞ്ഞമ്പു സ്വാഗതം പറയും. CITU അഖിലേന്ത്യാ സെക്രട്ടറി KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് P. കരുണാകരൻ അധ്യക്ഷത വഹിക്കും. തുടർന്ന് യൂണിയൻ ജനറൽ സെക്രട്ടറി P. ഉണ്ണികൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ OR ഷാജി വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും. തുടർന്ന് ഗ്രൂപ്പ് ചർച്ച, പൊതുചർച്ച എന്നിവ നടക്കും. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് പൊതുചർച്ചകൾക്ക് ജനറൽ സെക്രട്ടറി P. ഉണ്ണികൃഷ്ണൻ മറുപടി പറയും. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ, CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. മനോഹരൻ എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും. രാവിലെ 11:30 നടക്കുന്ന ട്രേഡ് യൂണിയൻ സുഹൃത്ത് സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് P. കരുണാകരൻ്റെ അധ്യക്ഷതയിൽ CITU സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ്, പ്രമേയങ്ങൾ, ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം, പരിപാടി, പ്രമേയം എന്നിവ നടക്കും. 4 മണിക്ക് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം മുൻ MLA M. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കമ്മിറ്റി അംഗം YK ഷാജി, കൗൺസിൽ അംഗങ്ങളായ പ്രദീപൻ, ചന്ദ്രമതി എന്നിവർക്കാണ് യാത്രയപ്പ് നൽകുന്നത്. സ്വാഗത സംഘം കൺവീനർ K. വിനോദ് നന്ദി രേഖപ്പെടുത്തുന്നതോടെ സമ്മേളന നടപടികൾ അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.